ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ രാജകുമാരി യൂണിറ്റ് സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു. രാജകുമാരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യൂണിറ്റ് സമ്മേളനം ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നുവരുന്നത്. SHG സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജകുമാരി യൂണിറ്റ് സമ്മേളനം രാജകുമാരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെയും തയ്യൽ സാമഗ്രികളുടെയും വിലവർധനവും റെഡിമെയ്ഡ് തുണിത്തരങ്ങളുടെ അതിപ്രസരവും തയ്യൽ തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയതായി സമ്മേളനം വിലയിരുത്തി. ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം കിടക്കുന്നതാണ്. 2020 മുതൽ നമുക്ക് റീഫണ്ട് തുക അംഗങ്ങൾക്ക് പെൻഷൻ പറ്റിയ അംഗങ്ങളെ സംബന്ധിച്ച് റീഫണ്ട് തുക കുറഞ്ഞു പോയിട്ടുണ്ട്. അത് ദൈനംദിന സമരങ്ങൾ നടത്തുകയും വളരെ നിരന്തരമായ സമരപരിപാടികൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റീഫണ്ട് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സമരം നടത്താൻ ആരാ ഉണ്ടായിരുന്നത്? AKT എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ മാത്രമേ സമരം നടത്താനുള്ളൂ. പക്ഷെ ക്ഷേമനിധിയായിട്ട് ബന്ധപ്പെട്ട് തയ്യക്കാരെ സംരക്ഷിക്കാനെന്നും പറഞ്ഞ് എത്രത്തോളം സംഘടനകളുണ്ട്. 100-ൽ പരം സംഘടനകൾ ഇന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഈ 100-ൽ പരം സംഘടനകളിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു സംഘടന ഈ റിട്ടയർമെൻറ്റ് തുക കുറഞ്ഞു പോയി അത് അംഗങ്ങൾക്ക് വിതരണം നടത്തണം, അത് കിട്ടണം എന്ന് വാശി പിടിച്ച് ഏതെങ്കിലും ഒരു സമരം നടത്തിയതാറ്റോ അത് വാങ്ങിക്കൊടുക്കാൻ എന്തെങ്കിലും ഒരു പരിശ്രമം നടത്തിയതാറ്റോ ഏതെങ്കിലും ഒരു പത്രത്തിലോ ഒരു ചാനലിലോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുവെങ്കിൽ നിങ്ങളുടെ ചർച്ചയുടെ സമയത്ത് നിങ്ങൾക്ക് തന്നെ സൂചിപ്പിക്കാം. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന തെരഞ്ഞെടുപ്പിൽ രമ്യ മണിക്കുട്ടൻ പ്രസിഡന്റായും സിനി CB സെക്രട്ടറിയും ഗീതു ജോസ് ട്രഷററുമായുള്ള 11-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. യൂണിറ്റ് പ്രസിഡന്റ് GB ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് KT ശശി മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി AC സോഫി, യൂണിറ്റ് സെക്രട്ടറി നീതു പ്രദീപ്, യൂണിറ്റ് ട്രഷറർ സലോമി സാച്ചു തുടങ്ങിയവർ സംസാരിച്ചു.